നമ്മളുള്ളതേ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശില് റോക്കറ്റ് ലോഞ്ച് നടക്കുന്ന സ്ഥലത്ത് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മള് വീണാട് ദർഗയിലേക്ക് വന്നപ്പോൾ അതിന്റെ അടുത്തായിട്ടാണ് ഈ റോക്കറ്റ് ലോഞ്ച് ഉള്ള സ്ഥലം വരുന്നത്. അങ്ങോട്ട് പോണ റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സൈഡും കാലിയാണെന്നുള്ളതാണ് കേട്ടോ. അത് മാത്രല്ല ഹൈലൈറ്റ്, ഇവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളും വന്നിട്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് പല ജാതി ദേശാടന പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ കാണാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും നമ്മൾ പോണ റോഡും കാര്യങ്ങളും ഇങ്ങനത്തെ വിഷ്വലൊക്കെ കാണിച്ചിട്ട് റോക്കറ്റ് ലോഞ്ചും കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീണാട് ദർഗേന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് 1-2 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. 144 അടി വരുന്ന ഖബറാണ് കേട്ടോ വീണാട് ദർഗയിലുള്ളത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ നമുക്ക് നേരെ റോക്കറ്റ് ലോഞ്ചിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആ ഒരു ഏരിയക്ക് പോണതും കാര്യങ്ങളൊക്കെ കാണട്ടാ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ തുടങ്ങുകയാണ് കേട്ടോ. ഇതിന്റെ ബോർഡുകൾ കാര്യങ്ങൾ സൂചന അങ്ങനെയൊക്കെ ഉള്ളത് സ്ട്രെയിറ്റ് റോഡാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റോക്കറ്റ് ലോഞ്ചിന്റെ അവിടെ പോയിട്ട് വിശേഷങ്ങൾ എന്താ പാടെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വരാം. അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. മുന്നേ ടോക്കൺ എടുക്കണം, 2 ദിവസമായിട്ട് ലോഞ്ചിങ്ങിലെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഏരിയക്ക് പോവാം. ചുറ്റുപാടും പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ പാടം കാര്യങ്ങളൊക്കെ ആയിട്ടാ. ഇനി കുറച്ചെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മണൽത്തട്ടുകളാണ്. ആ ഒരു ഏരിയയിലാണ് കൂടുതൽ കിളികളുള്ളത്. പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എടുത്ത് പറയേണ്ടത് പ്രത്യേകിച്ച് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരുപാട് വൃത്തിഹീനമായ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഇന്നലെ നൈറ്റ് നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ മൊത്തം കന്നുകാലികൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെ ഈ റോഡ് സൈഡിലൊക്കെ തന്നെ ആയിട്ടാണ് കെട്ടൽ പിടിക്കലൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ റോഡ് സൈഡിൽ മൊത്തം. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ കിളികളെ സങ്കേതം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ മണൽത്തട്ടുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കണ കാണാം. ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അത്രയും ലോങ്ങിലാട്ടോ ഇരിക്കുന്നവര്. പിന്നെ വൈറ്റ് കളർ തന്നെയാണ്. ഓട്ടോമാറ്റിക് വെള്ളവും കാര്യങ്ങളൊക്കെ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മണൽത്തട്ടുകളായിട്ടുള്ള പ്രദേശമാണ് കേട്ടത് മൊത്തം. ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. ചുറ്റുപാടും ഇങ്ങനെയാണ് കേട്ടോ. ഇരു സൈഡുകളിലും ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. 2 സൈഡിലും ഒരേപോലെയാണെന്നുള്ളതാണ്. നീണ്ട് കിടക്കുന്ന റോഡാട്ടാ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മളെ റോക്കറ്റ് ലോഞ്ചിലേക്ക് ചെല്ലുന്നത് കേട്ടാ. റോക്കറ്റ് ലോഞ്ച് ഒരു സ്ഥലത്തേ ഉള്ളൂ ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. പിന്നെ വിടുന്ന സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ തട്ടാ വെള്ളത്തട്ടുകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കിളികളൊക്കെ ഒരുപാട് വന്ന് പോയിട്ടൊക്കെ ഉണ്ട്, ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടോ പറഞ്ഞത്. പിന്നെ ഓറായൊന്നുമില്ല. അവര് ചേറുമാരി ഇങ്ങനെ പൊതഞ്ഞു കിടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രദേശം കാണുന്നത് കേട്ടോ. കടലാണെന്ന് വെച്ചപ്പോൾ കടലില്ല എന്ന് പറഞ്ഞു. വ്യൂ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലൊക്കെ ആയിട്ട്. ഇങ്ങനെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങണൊക്കെ ഉണ്ട്. ആയില്ല കേട്ടോ. ഇതുപോലത്തെ വ്യൂ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏരിയയിൽ പുതിയ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വീണാട് ദർഗയിലേക്ക് ഈ ഒരു ഏരിയ കൂടെ കേട്ടോ പോവാ. ഈ കാണുന്ന റോട്ടിലൂടെ പോകേണ്ടത് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഈ മൺ റോട്ടിലൂടെ പോകാനായിട്ടുണ്ട് കേട്ടോ. റോക്കറ്റ് ലോഞ്ചിലേക്ക് നമുക്ക് വീണാട് ദർഗയിലേക്ക് പോകുന്ന ഈ റോഡാണ്. നേരത്തെ തന്നെ ഉണ്ട് നമുക്ക് പോകേണ്ടത് ഈ റോഡിന് നേരെ. ഇവിടെയൊക്കെ മൺതട്ടുകളാണ് കേട്ടോ. കിളികൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. അങ്ങനെ നമ്മൾ ഈ ഒരു റോക്കറ്റ് ലോഞ്ചിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് റോക്കറ്റ് ലോഞ്ചിൻ്റെ ഏരിയ. ഇവിടുത്തെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് റോക്കറ്റ് ലോഞ്ച് എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ സ്പേസ് കേട്ടോ. என்னெல்லாம் இருக்கு பர்பஸ்? உள்ள நமக்கு டிக்கெட் போட்டு போக முடியாது, பார்க்கறதுக்கு ஏற முடியாது. அது எம்ப்ளாய்ஸ் இருக்கணும். எம்ப்ளாய்ஸ் இருக்கணும். நம்ம அங்கே வேலை பண்ணணும். அவங்க வந்து பெரிய ஆஃபீஸர் கிட்ட இது பண்ணணும். அப்படியா? சரி சரி. இங்கே மட்டும்தான் பார்க்க முடியும். இங்கே மட்டும்தான் பார்க்க முடியும், உள்ளே யாரை பார்க்க முடியாது. சரி.
നമ്മൾ പറഞ്ഞ റോക്കറ്റ് ലോഞ്ചിൻ്റെ കവാടം ഉണ്ടാ കാണുന്നത്. ഇവിടെ അതിൻ്റെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. നേരത്തെ ആൾ പറഞ്ഞ പോലെ അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി നീണ്ട് കിടക്കണം എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു ടൗൺ വരെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നീണ്ട് കിടക്കണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ലുക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ റോക്കറ്റിൻ്റെ രൂപങ്ങൾ കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിലായിട്ട് മെയിൻ കവാടം കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷന്. നമുക്കിവിടെ കയറാനും മറ്റുള്ളതൊന്നും പറ്റില്ല. ഇതിന് പ്രത്യേക അനുമതി കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് ഇവിടെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തുള്ള റോക്കറ്റ് ലോഞ്ച് ഇറക്കാൻ മാത്രമേ പറ്റുള്ളൂ, വിടാൻ മാത്രമേ പറ്റുള്ളൂ, ഇറക്കാൻ പറ്റില്ല എന്നാട്ടോ പറഞ്ഞത്. ഇറക്കണ ഒരേ ഒരു സ്ഥലം ആന്ധ്രാപ്രദേശിലെ ഇവിടെയാണെന്നാട്ടോ പറഞ്ഞത് ആൾക്കാർ. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും പോകാമെന്നാട്ടോ പറഞ്ഞത്. ആ 2 ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് പ്രത്യേക പാസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറട്ടാ. പ്രത്യേകിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഒരു സാറ് നമുക്ക് വിശദീകരിച്ച് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ.